ഗായ്സ്, അപ്പോൾ ഞങ്ങളൊരു മൈസൂർ ട്രിപ്പിലേക്ക് പോവാണ്. ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പാലക്കാടിൽ നിന്ന് ഈറോഡിലേക്കാണ് ആദ്യം ട്രെയിനിൽ ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് നേരെ മൈസൂർ. ഇതാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതുവരെയും നമ്മൾ ട്രാവൽ ചെയ്ത് ട്രെയിനാണല്ലേ. ദെൻ ഞങ്ങളിതാ ബസ് അറേഞ്ച് ചെയ്ത് ആ ബസ്സിൽ നിന്ന് നേരെ റൂമിലേക്ക് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. അപ്പം ബസ്സിലേക്ക് കുറേ പാട്ടൊക്കെ വെച്ച് സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഞങ്ങൾ റൂമെത്തുന്നത്. അപ്പോൾ 8:30 ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഗേൾസ് ടീം. ഹസ്ബൻഡ് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബസ്സിൽ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല ജിൽജിലായിട്ട് നമ്മൾ ആ സിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നേരെ റൂമിൽ എത്തുകയാണ്. അപ്പോൾ നമ്മൾ റൂമിൽ എത്തിക്കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് റീഫ്രഷ് ചെയ്തിട്ട് വേണം ഇനിയുള്ള ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് റൂം. ഒരു ചെറിയൊരു ഫസ്റ്റ് ഓഫ് ഓൾ ബെഡ്റൂം പോലെ, ദെൻ ബാത്റൂം, അങ്ങനെ ചെറിയൊരു നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ളൊരു സെറ്റപ്പാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫുഡ് നമ്മൾ വാങ്ങിച്ചിട്ട് റൂമിലിരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായേ. അതിന് ശേഷം ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂംസ്. എല്ലാവരും റെഡിയായി. ഞാൻ ടീഷർട്ട് വിത്ത് പാൻറ്റ്, ദെൻ ഏട്ടൻ അതുപോലെ തന്നെ ഷർട്ട് പാൻറ്റ്, മാളൂടെ ഒരു വൈറ്റ് ബനിയൻ വിത്ത് പാൻറ്റ്. അപ്പം എല്ലാവരും ജീൻസാണ്. അപ്പം ഞങ്ങളിനി ഇപ്പം ബസ്സിലേക്ക് തന്നെ കയറിയിട്ട് നേരെ അടുത്ത എവിടേക്കാണ് പോകുമെന്നുള്ളതാണ് അടുത്ത കാഴ്ചയിലൂടെയൊക്കെ പോകുന്നത്. അപ്പം ഞങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ചാമുണ്ഡി ഹിൽസാണ്. ചാമുണ്ഡി ഹിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ഹിൽ വ്യൂ ഒക്കെ കാണാം. അതായത് ആ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഗംഭീരമായിട്ടുള്ള കാഴ്ച. വീണ്ടും നമ്മൾ ആ ബസ് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ട്രാവൽ ചെയ്യുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നിറയെ സാധനങ്ങൾ വിറ്റഴിക്കുന്ന ഒരു ചെറിയൊരു ബസ്സാറ് കേട്ടോ. അപ്പോൾ ഇടവഴി കൂടെ പോകുമ്പോഴാണ് ചാമുണ്ഡി ഹിൽസ് എത്തുന്നത്. അപ്പം എൻ്റെ മൈൻഡിൽ പെട്ടെന്നാണ് എനിക്കൊരു ഓർമ്മ. കാരണം ഞാൻ എൻ്റെ ഡിഗ്രി കാലത്ത് ഒരു 14-15 വർഷം മുമ്പുള്ള കാലമാണേ. ആ കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഡിഗ്രി കാലത്ത് എൻ്റെ ഡിഗ്രി പിള്ളേരോടൊപ്പം കോളേജിൽ നിന്നുള്ളൊരു ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ട്രിപ്പിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ, എൻ്റെ പിള്ളേരെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച്, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തതൊക്കെ ആലോചിച്ച് വാവ്. ദെൻ ഇങ്ങനെ നമ്മളിവിടെയൊക്കെ കാണുകയാണ്, കാഴ്ചകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചാമുണ്ഡി ഹിൽസിലേക്ക്. അപ്പം നല്ലൊരു വ്യൂ തന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ അച്ഛനും മോളും കൂടെ ഇവിടെ ഇരുന്ന് അതായത് ആ ഒരു കെട്ടിടത്തെ പറ്റി, അതായത് ചാമുണ്ഡി ഹിൽസിനെ പറ്റിയിട്ടും പിന്നെ അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മാളുവിനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. ദെൻ അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇനി ഫുഡ് കഴിക്കണം എന്നുള്ള രീതിയിൽ കയറിയിട്ട് ഇനി അടുത്ത് എവിടെയാണോ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. അപ്പം ഇവിടെ ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ നടന്ന് ഞങ്ങളങ്ങനെ മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്യണം. അവിടെ നിന്ന് താഴത്തേക്ക് ഹിൽ വ്യൂ ഒന്നും നേരിട്ട് കാണാൻ കഴിയണില്ല. വണ്ടിയിൽ പോകുമ്പോൾ മാത്രമുള്ള വ്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ. നല്ല ഗംഭീര തിരക്കാണ് ഇത്. പിന്നെ ഓണത്തിൻ്റെ അതായത് ഓണം അടുക്കണതിൻ്റെ ഒരു 4 ദിവസം മുമ്പുള്ളൊരു ടൈമൊക്കെയാണ്. അപ്പം എല്ലാവരും സ്കൂളിൻ്റെ ക്ലോസ് ചെയ്തിട്ടുള്ള ടൈമൊക്കെ അല്ലേ, എന്ന് വെച്ചാൽ എക്സാം കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന വെക്കേഷൻ സമയമല്ലേ. അപ്പോൾ അങ്ങനെ ധാരാളം കുട്ടികളൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. പിന്നെ ഇത് അവരുടെ ആ ചാമുണ്ഡി ഹിൽസിൻ്റെ ആ ഭാഗത്തുള്ള വേ ഓഫ് ആണ്. അപ്പം അവിടെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്യണു. പിന്നെ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഇനിയിപ്പം ഭക്ഷണം കഴിക്കാമെന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ പോവാമെന്ന് വിചാരിക്കുകയാണ്. ചെറിയ രീതിയിൽ കുട്ടികൾക്ക് വിശക്കണമായതുകൊണ്ട് തന്നെ ഫ്രൂട്ട് സലാഡ്സ്, അങ്ങനെ ചെറിയ ലിസി പോൾസ് സാധനങ്ങളൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ എന്താ വെച്ചാൽ ഇതൊരു മൈസൂർ പാക്ക് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. നമുക്കവിടെ അവർ മാനുഫാക്ചർ ചെയ്യണത് കാണാനും കഴിയും. അതുപോലെ തന്നെ നമുക്കവിടെ നിന്ന് വാങ്ങാനും പറ്റും. സെയിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് വാങ്ങാനും കഴിയും. വിവിധ തരത്തിലുള്ള മൈസൂർ പാക്കാണ് കേട്ടോ അവിടെയുള്ളതെന്ന് വെച്ചാൽ ഫ്ലേവറുകൾ, വേറെ ഫ്ലേവറുകളാണ്. പിന്നെ ഓരോന്നും ആൽമണ്ട്, തന്നെ വാട്ടർമെലൺ, അതുപോലത്തെ ക്യാരറ്റ്, അങ്ങനെ ധാരാളം ഫ്ലേവർ ഉള്ളത്. നമുക്ക് അത് ചെറിയൊരു പോർഷൻ നമുക്ക് അവർ ടേസ്റ്റ് ചെയ്യാൻ തരും. അതുപോലെ തന്നെ നമുക്കത് ഇഷ്ടമുള്ളതിനനുസരിച്ചത് അപ്പം തന്നെ വാങ്ങാനും പിന്നെ അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത് കാണാനും
പിന്നെ അതുപോലെ തന്നെ കുറേ ഡെസേർട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെസേർട്ട്സ്, അതുപോലെ തന്നെ അലിസി പോലത്തുള്ള ഭയങ്കര ജ്യൂസി ടൈപ്സുള്ള കുടിക്കാനുള്ള കാര്യങ്ങൾ, പാനീയങ്ങൾ. അപ്പോൾ കണ്ടോ, മാനുഫാക്ചർ ചെയ്യണത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. അവർ അടുത്ത് തന്നെയാണ് നിന്നിട്ട് ചെയ്യണത്. അപ്പം നല്ലൊരു ഷോപ്പ്. അപ്പോൾ മൈസൂർ പറയുമ്പോൾ മൈസൂർ പാക്കാണല്ലോ നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ടാവുക. അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ച് പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ളൊരു നല്ലൊരു കാഴ്ചയിൽ തന്നെ ഭംഗിയുള്ള ഡെസേർട്ടുകളാണല്ലേ. എല്ലാം ഭയങ്കര സ്വീറ്റി സാധനങ്ങളാണ്. പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഡെസേർട്ട് നന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ച് അപ്പം തന്നെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ സുവോളജിക്കൽ പാർക്കിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അത് അടുത്ത വ്ളോഗിലായിട്ട് കാണാം. ലെങ്ത് ആവണ്ട വിചാരിച്ചിട്ട്. ഓക്കെ, ബൈ.